ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സാലഡാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും വളരെ രുചികരമായ ഒരു സാലഡ്. ഇത് നമുക്കൊരു ഡെസേർട്ടായിട്ടും ഉപയോഗിക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചെറി ടൊമാറ്റോ. ഇവിടെ ഉണ്ടായതാണ്, ഉണ്ടോ, ഇങ്ങനെ കൊലയായിട്ടുണ്ടാകുന്നതാണത്, ചെറി ടൊമാറ്റോ. ഇത് പിന്നെ നമുക്ക് വേണ്ടത് ചെറി ടൊമാറ്റോ, പഞ്ചസാര. ഇത്ര ഐറ്റംസേ ഉള്ളൂ, ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഈ ചെറി ടൊമാറ്റോ നമ്മൾ ഓരോന്നും എടുത്ത് വെച്ചിട്ട് ഇതുപോലുള്ള ഓരോന്നും എടുത്ത് 4 കഷ്ണമാക്കി അവനെ മുറിക്കുക. ഞാനത് ഓൾറെഡി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണാമല്ലോ. ഇതിലേക്ക് സ്വല്പം പഞ്ചസാര, അധികമൊന്നും ഇടേണ്ട കാര്യമില്ല പഞ്ചസാര, കാരണം അതിപ്പം കൊച്ചു കുട്ടികൾക്കാണ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നതിനും കുഴപ്പമില്ല. നമ്മൾ മുതിർന്നവർക്ക് അധികം പഞ്ചസാരയുടെ ആവശ്യം വരുന്നില്ല. ഇപ്പം ഷുഗർ ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് ആഡ് ചെയ്യുക, അധികം വേണ്ട. ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ കുത്തി ഉടയ്ക്കാനൊന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ. എല്ലായിടത്തും ഒന്ന് പറ്റി കിട്ടിയാൽ മതി. എല്ലായിടത്തും ഒന്ന് പറ്റി കിട്ടി കഴിയുവാണെങ്കിൽ നന്നായിട്ട് ശരി. അത് കഴിഞ്ഞൊരു 2-3 മിനിറ്റ് ഇരിക്കുവാണെങ്കിൽ ഇപ്പം ഇത് ഈ ടൊമാറ്റോയുടെ നീരുമായിട്ട് ഇവനങ്ങോട്ടൊന്ന് മിക്സായി കിട്ടി കഴിയുവാണെങ്കിൽ പിന്നെ അതിനകത്തേക്കൊക്കെ ഇവനങ്ങ് ഇറങ്ങിക്കോളും. പിന്നെ ഒരു കുറച്ച് സമയം ഇരുന്നാൽ, ഒരുപാട് വളരെയധികം സമയമൊന്നും വലിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ മിക്സ് ചെയ്ത് അങ്ങോട്ട് വയ്ക്കുക. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചെറി ടൊമാറ്റോയാണ്. അത് ഇവിടെ തന്നെ ഉണ്ടായതാണ്. യാതൊരുവിധ ഈ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ വളങ്ങൾ, അതായത് ഈ ഓർഗാനിക് മാത്രമേ ഉള്ളൂ. ഓർഗാനിക് എന്ന് പറയുകയാണെങ്കിൽ ഈ പുല്ലും ഒക്കെ ചീഞ്ഞതും അങ്ങനെയൊക്കെയുള്ളതായ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച കൃഷി ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഒരു വിധത്തിലും ഉള്ള ഈ കീടനാശിനികൾ ഉപയോഗിച്ചിട്ടില്ല. എങ്കിലും ഇതിങ്ങനെ പറിച്ചു കഴിഞ്ഞ് വെച്ചിട്ട് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യമേ വെറുതെ വെള്ളത്തിലൊന്ന് കഴുകുക. അതിനുശേഷം കുറച്ച് വെള്ളം കളക്ട് ചെയ്ത് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അതിനകത്തിട്ട് വെക്കുക. ഒരു കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് നേരം അങ്ങനെ വെക്കുക. കാരണം ഇതിങ്ങനെ കൊലയായിട്ട് നിൽക്കുന്നതാണ്. കൊലയായിട്ട് വളരുന്നിടത്ത് അല്ലെങ്കിൽ പോലും ഈ പ്രാണികളൊക്കെ ഇതിൻ്റെ പുറത്ത് വന്നിരിക്കാം, പൊടിയടിക്കാം. കാരണം ഇത് വെളിയിൽ വളരുന്നതാണല്ലോ അത്. അപ്പോൾ അങ്ങനെ എല്ലാ വിധത്തിലും ഇത് ശുദ്ധമായി കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറച്ച് സമയം വെക്കുക. അത് കഴിഞ്ഞൊരു എടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോയി കഴിയുമ്പോൾ അത് ഇങ്ങനെ എടുത്ത് നമുക്കുണ്ടാക്കാവുന്നതാണ്. അപ്പം ഇപ്പം ഈ സമയം കൊണ്ട് ഇത് ഓക്കെ ആയി. ഒന്ന് രുചിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വളരെ നന്നായിരിക്കുന്നു കേട്ടോ. ഇത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഇതാണ്. പക്ഷെ ശ്രദ്ധിക്കുക, പഞ്ചസാരയുടെ അളവ് നമ്മൾ സൂക്ഷിച്ചിരിക്കണം. കാരണം കുട്ടികൾക്കാകുമ്പോൾ കുറച്ച് പഞ്ചസാര കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മുതിർന്നവർ ശ്രദ്ധിക്കണം. കാരണം ഷുഗറിൻ്റെ ഇതുള്ളവർക്കൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് വെറുതെ നമുക്ക് തിന്നാൻ കേട്ടോ, വെറുതെ ആയിട്ട്. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കിതൊരു ഒരു സ്വീറ്റ് ഡിഷായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ പേരാണ്, ഓക്കെ, ഞാൻ എല്ലാത്തിനും പേര് ഞാൻ തന്നെ ഇട്ടാൽ ശരിയാകിയല്ലോ. ഇത് പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നു. ഇതിന് നല്ലൊരു പേര് നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. ആ പേരായിരിക്കും ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം. സോ ഞാൻ ഇതിനെ മാമുദിസ മുക്കുന്നില്ല. നിങ്ങളായിട്ട് ഇതിൻ്റെ പേരിടൽ കർമ്മം നിർവഹിക്കുക. ഓക്കെ, താങ്ക് യു. ദിസ് ഇസ് സൈമൺ സൈനിങ് ഔട്ട്.